നിന്നു. അവളുടെ കണ്ണുകളിൽ ഒരു ശാന്തതയുണ്ടായിരുന്നു, പക്ഷേ ഉള്ളിലൊരു ശൂന്യതയും. അപ്പോഴാണ് ആദിത്യ അവിടെ എത്തിയത്. മഴയിൽ നനഞ്ഞ മുടിയും മുഖത്തൊരു സുഖമായ പുഞ്ചിരിയും. "ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഒന്ന് കുടയ്ക്കകത്തു വരാമോ?" അവൻ ചോദിച്ചു. അനു ചെറിയൊരു ചിരിയോടെ തലകുനിച്ചു. അവരുടെ ആദ്യ സംഭാഷണം മഴയെക്കുറിച്ചായിരുന്നു. "മഴ ഇഷ്ടമാണോ?" "മഴയില്ലെങ്കിൽ ഞാനില്ല," അനു പറഞ്ഞു. ആ വാക്കുകൾ ആദിത്യയുടെ മനസ്സിൽ പതിഞ്ഞു. അവിടെ നിന്നവർ ഓരോ ദിവസവും കണ്ടുമുട്ടാൻ തുടങ്ങി. ആദ്യം യാദൃച്ഛികമായി, പിന്നെ പ്രതീക്ഷയോടെ. ബസ് സ്റ്റോപ്പ് അവരുടെ ചെറിയ ലോകമായി മാറി. ഒരു ദിവസം അവർ അടുത്തുള്ള ഒരു ചായക്കടയിൽ പോയി. ചൂടൻ ചായയും മഴയുടെ സംഗീതവും ചേർന്നപ്പോൾ അവരുടെ ബന്ധം കൂടുതൽ ആഴപ്പെട്ടു. "നിനക്കൊരിക്കലും പേടിയുണ്ടോ?" ആദിത്യ ചോദിച്ചു. "പ്രണയത്തെക്കുറിച്ചാണ് പേടി," അനു മറുപടി നൽകി. അവളുടെ കഴിഞ്ഞകാലം അവളെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ മാസങ്ങളായി മാറി. അവർ ഒരുമിച്ച് കടൽത്തീരത്ത് നടന്നതും മഴയിൽ നനഞ്ഞതും ചെറുതായ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തിയതും അവരുടെ ജീവിതത്തെ നിറച്ചു. ആദിത്യ അനുവിനെ സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷേ അവനത് തുറന്നു പറയാൻ പേടിച്ചു. അവളെ നഷ്ടപ്പെടുമോ എന്ന ഭയം. ഒരു ദിവസം അനു ബസ് സ്റ്റോപ്പിലെത്തിയില്ല. ആദിത്യ കാത്തിരുന്നു. മണിക്കൂറുകൾ. മഴ പെയ്തു, പക്ഷെ അവൾ വന്നില്ല. അടുത്ത ദിവസം അവൾ വന്നു, പക്ഷെ അവളുടെ മുഖത്തൊരു ദുഃഖം. "എനിക്ക് പോകണം," അവൾ പറഞ്ഞു. "എവിടെ?" "വീട്ടിലേക്ക്, ഈ നഗരത്തിൽ നിന്ന്." ആദിത്യയുടെ ഹൃദയം തകർന്നു. "എന്തിന്?" "എന്റെ ജീവിതത്തിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ നിന്നോടടുത്തുകൂടാൻ പാടില്ലായിരുന്നു," അവൾ പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞിരുന്നു. ആ രാത്രി മഴ ശക്തമായി പെയ്തു. ആദിത്യ ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിൽ നിന്നു. അവൻ മനസ്സിലാക്കി, പറയാത്ത പ്രണയം ഏറ്റവും വലിയ വേദനയാണ്. അടുത്ത ദിവസം അനു പോകാനിരിക്കുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ അവൾ നിന്നു. ട്രെയിൻ എത്താൻ കുറച്ച് നിമിഷങ്ങൾ മാത്രം. അപ്പോഴാണ് ആദിത്യ ഓടിയെത്തിയത്. "അനു," അവൾ തിരിഞ്ഞു. "ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ പോയാലും ഞാനിതു പറയാതെ കഴിയില്ല," അവൻ പറഞ്ഞു. അവൾ നിശബ്ദമായി അവനെ നോക്കി. കണ്ണുനീരൊഴുകി. "ഞാനും നിന്നെ സ്നേഹിക്കുന്നു. പക്ഷെ നമ്മുടെ ജീവിതം എളുപ്പമല്ല," അവൾ പറഞ്ഞു. ട്രെയിൻ ഹോൺ മുഴങ്ങി. ആ നിമിഷം സമയം നിൽക്കുന്നതുപോലെ തോന്നി. ആദിത്യ അവളുടെ കൈപിടിച്ചു. "നമുക്ക് ശ്രമിക്കാമോ?" അനു ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ അവന്റെ കൈ ഉറപ്പായി പിടിച്ചു. "ശ്രമിക്കാം," അവൾ പറഞ്ഞു. മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി. ആ മഴയിൽ അവർ വീണ്ടും ഒന്നായി. പ്രണയം ചിലപ്പോൾ വിടപറയലുകളിൽ നിന്നാണ് ശക്തമാകുന്നത്. ചിലപ്പോൾ അത് വീണ്ടും കൂടിച്ചേരലുകളിൽ പൂക്കും. അവരുടെ